ഹായ് മക്കളെ. സോ 10ാം ക്ലാസ്സിൽ നമ്മൾ ഏറെ നോക്കിക്കൊണ്ട് ഫിസിക്സിൻ്റെ ഓണം എക്സാം ഡേ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത്യാവശ്യം നമുക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അല്ലെ? നല്ല സ്റ്റാൻഡേർഡുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ആൻസേഴ്സ് ഒന്ന് വെരിഫൈ ചെയ്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ എഴുതിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? ഓക്കെ, നമുക്ക് നോക്കാം. റേഡിയോ വേവ് ഉണ്ട്, സൗണ്ട് വേവ് ഉണ്ട്, വേവ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, അതുപോലെ ലൈറ്റ് വേവ് ഉണ്ട്. ഓക്കെ, ഇതിൽ സൗണ്ട് വേവ് മാത്രമാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കിടക്കുന്നത്. ബാക്കി എല്ലാവരും അല്ല ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്ന ആൾക്കാരാണ്. സോ നമുക്ക് വേണ്ട ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് സൗണ്ട് വേവ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1 മാർക്ക് കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസെഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസെഷൻ എന്താണ്? ദ വാൾ ഓഫ് എ ലാർജ് ഹാൾ ലൈക്ക് സിനിമ തിയേറ്റർ ആർ മേഡ് റഫ്. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ റീസൺ റഫ് സർഫസ് റിഫ്ലക്ട് മോർ സൗണ്ട് എഫക്റ്റീവ്ലി ദാൻ സ്മൂത്ത് സർഫസ്. റഫ് സർഫസ് ആണ് സ്മൂത്ത് സർഫസിനേക്കാൾ കൂടുതൽ നല്ല അടിപൊളിയായിട്ട് സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് തെറ്റാണ്, അത് ശരിയല്ല. റഫ് സർഫസ് അല്ല, സ്മൂത്ത് സർഫസ് ആണ് ഏറ്റവും നന്നായി സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അസെഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. കറക്റ്റായി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇമേജ് ഫോർമേഷൻ ബൈ എ ടെലസ്കോപ്പ്. ടെലസ്കോപ്പിലെ ഇമേജ് ഫോർമേഷനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഈസ് ഓൾവേസ് ഇറക്റ്റ്. ഒബ്ജക്റ്റീവ് ഫോം ചെയ്യുന്ന ഇമേജ് ഇറക്റ്റ് ആണെന്ന് പറയുന്നു, അത് തെറ്റാണ്, അത് കറക്റ്റ് അല്ല. ദെൻ അടുത്ത ഓപ്ഷൻ നോക്കാം. ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഈസ് സ്മോൾ ആൻഡ് റിയൽ. ഒബ്ജക്റ്റീവ് ഫോം ചെയ്യുന്ന ഇമേജ് സ്മോൾ ആണ്, റിയൽ ആണെന്ന് പറയുന്നു, അത് കറക്റ്റ് ആണ്. ദെൻ തേർഡ് ഓപ്ഷൻ, ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഈസ് ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് 2F ഓഫ് ദ ഐ പീസ്. ഐ പീസിന്റെ എഫിനും 2Fനും ഇടയ്ക്കാണ് അവിടെ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നു, അത് ശരിയല്ല, അത് തെറ്റാണ്. ദെൻ ലാസ്റ്റ് വൺ നോക്കാം. ദ ഇമേജ് ഫോംഡ് ബൈ ദ ഐ പീസ് ഈസ് വിർച്വൽ. ഐ പീസ് ഫോം ചെയ്ത ഇമേജ് വിർച്വൽ ആണെന്ന് പറയുന്നു, അതും കറക്റ്റ് ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് കിടക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റുകളാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? അത് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. യെസ്, അത് തന്നെയല്ലേ നിങ്ങൾ ആൻസർ ചെയ്തത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, കോളം 1ഉം 2ഉം തമ്മിൽ മാച്ച് എഴുതാണ്. പഴയ പോലത്തെ നമുക്ക് വെറുതെ ഇങ്ങനെ വരച്ചു വെക്കുന്ന പരിപാടിയല്ല. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എയിൽ തന്നിരിക്കുന്നത് light ray parallel to the optic axis falling on a concave lens. Concave lens ന്റെ optic axis ലേക്ക് പാരലൽ ആയിട്ട് വരുന്ന റേ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ഷന് ശേഷം എന്ത് സംഭവിക്കുന്നു? കോളം ബിയിലുള്ളത് നമുക്ക് ഏത് ആൻസർ ആണെന്ന് നോക്കാം. പാസസ് പാരലൽ ടു ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസിന്റെ പാരലൽ ആയിട്ടല്ല പോകുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസിലേക്കല്ല പോകുന്നത്. ദെൻ അപ്പിയേഴ്സ് ടു കം ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് മൂവ്സ് അവേ ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ്. അല്ലെ, കോൺകേവ് ലെൻസിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു, വിച്ച് ഈസ് ഡൈവേർജിങ് ആണല്ലേ. സോ നമുക്ക് എ മാച്ച് ചെയ്യുന്നത് 3ലേക്കാണ് കേട്ടോ, സെക്കൻഡ് കോളത്തിൽ 3ലേക്കാണ്. ദെൻ ബി നോക്കാം. ലൈറ്റ് റേ പാസിംഗ് ത്രൂ ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താ പറയുക, യാതൊരു രീതിയിലുള്ള ഡിഫ്രാക്ഷൻസോ ഒന്നും സംഭവിക്കാതെ, റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാതെ നേരെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് 4ാമത്തെ ഓപ്ഷനാണ്. സോ ബി വരുന്നത് 4ലേക്കാണ്. യെസ്. അപ്പോൾ എ വരുന്നത് 3ലേക്കും ബി വരുന്നത് 4ലേക്കും വരുന്നതായിട്ട് ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് വേരി ചെയ്ത് നോക്കാം. സി എന്താ പറയുന്നത്? ലൈറ്റ് റേ പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഫാളിംഗ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസിലേക്ക് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളതാണ് അടുത്ത് വന്നിരിക്കുന്നത്. അതിന് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് യെസ്, സി, 2ാമത്തത്, പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസിലൂടെ നേരെ അങ്ങ് പാസ് ചെയ്ത് പോകുന്നു. ദെൻ ഡി വരുന്നത് ലൈറ്റ് റേ പാസിംഗ് ത്രൂ എ കോൺകേവ് ലെൻസ് directed towards the principal focus on the other side. യെസ്, അതെ, അടുത്ത സൈഡിലേക്ക് വന്ന് പോകുന്നതാണ്. ദെൻ പാസസ് പാരലൽ ടു ഒപ്റ്റിക് ആക്സിസ്, നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് എഴുതാം, ഈസി ആയിരുന്നു. ദെൻ സെക്ഷൻ ബി. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും ആൻസർ ചെയ്യണം. അതിൽ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും എഴുതിയാൽ മതി. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ആർ 2 strings hung from an iron rod fixed a short നമുക്ക് എ ബി എന്ന് പറയുന്ന 2 മെറ്റൽ റോഡുകൾ, അയൺ റോഡുകൾ ഉണ്ട്. അവരിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, ഫിക്സ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരെണ്ണം എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 4 cm ആണ്, ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 cm ആണ്. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എത്രയേ ഉള്ളൂ. വിച്ച് സ്വിംഗ് വിൽ കംപ്ലീറ്റ് 10 ഓസിലേഷൻസ് ഫാസ്റ്റർ ഇഫ് ദേ ആർ അലൗഡ് ടു ഓസിലേറ്റ്. ഒരേ സമയത്ത് ഓസിലേറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ആദ്യം 10 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ലെങ്ത് ആർക്കാണോ കുറവ് അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഓസിലേറ്റ് ചെയ്യുന്നത്. യെസ്, സ്വിംഗ് എ കംപ്ലീറ്റ്സ് 10 oscillations faster length and time period. ലെങ്ത്തും ടൈം പീരീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്നുള്ള കാര്യം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് എഴുതാനായിട്ട് സാധിക്കും. ലെങ്ത്തും ടൈം പീരീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, വിച്ച് മീൻസ് എന്തായിരിക്കും? ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. 2 മാർക്കാണ്, കാരണം റീസൺ കൂടി അവിടെ എഴുതേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്
If you are clapping in front of a hill, standing away from it, you can hear the sound again after a short time. അതായത് നമ്മളൊരു മലയുടെ അടുത്ത് നിന്നുകൊണ്ട് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സൗണ്ട് അല്ലേ നമ്മൾ സംസാരിക്കുന്നില്ല, ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കേൾക്കാൻ സാധിക്കുന്നു. ഈ ഫിനോമിന എന്താണെന്ന് എഴുതാൻ 1 മാർക്കാണ്. എന്താണ് ഈ ഫിനോമിന? എക്കോയാണ്, പ്രതിധ്വനിയാണ്. Then B പാർട്ട് ചോദിച്ചിരിക്കുന്നത് can you hear the sound distinctly again if you clap standing close to the hill? നമ്മൾ കുറച്ചുകൂടി ഹില്ലിൻ്റെ അടുത്തേക്ക് പോയി അടുത്ത് നിന്ന് ഒന്നുകൂടെ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എക്കോ കേൾക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എക്കോ കേൾക്കാൻ കഴിയുമോ? കഴിയില്ല. ബിക്കോസ് എന്താണ്, നമുക്ക് മിനിമം എക്കോ കേൾക്കാൻ വേണ്ട മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത്, മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 17.5 മീറ്റേഴ്സ് ആണ്. സോ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്കോ കേൾക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വേറെ റീസൺ എഴുതാൻ നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് വെച്ചിട്ടുള്ള റീസൺ 0.1 സെക്കൻഡ്സ് നേരത്തേക്ക് അത് റിട്ടേൺ ചെയ്യുന്നു, ചെവിയിൽ റിട്ടേൺ ചെയ്യുന്നു എന്നുള്ള റീസൺ വെച്ചാണെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ 1 മാർക്കാണ് ആ ബി പാർട്ടിന് വരുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th one. Low magnification of the image formed by the objective of a compound microscope is not beneficial. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അതൊട്ടും ബെനിഫിഷ്യൽ അല്ല. ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് അതൊട്ടും ബെനിഫിഷ്യൽ അല്ല എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എഴുതാം. 1 മാർക്കിന് റീസൺ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ടോട്ടൽ മാഗ്നിഫൈങ് പവർ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെയും ഐ പീസിൻ്റെയും മാഗ്നിഫിക്കേഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? എം അതന്നെ ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരാളുടെ മാഗ്നിഫിക്കേഷൻ കുറഞ്ഞാൽ അത് മൊത്തത്തിലുള്ള മാഗ്നിഫിക്കേഷൻ കുറയാനുള്ള റീസൺ ആയിട്ട് മാറുന്നു. അത് മൊത്തത്തിലുള്ള മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു റിസോൾവിങ് പവർ തന്നെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ അത് ഒട്ടും മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മൈക്രോസ്കോപ്പിന് അതൊട്ടും ബെനിഫിഷ്യൽ അല്ല. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്നുള്ളതാണ് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യം എന്താണ്? യൂസ് ആൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ടോട്ടൽ മാഗ്നിഫിക്കേഷനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ 1 മാർക്കാണ് എ പാർട്ടിനും ബി പാർട്ടിനും വരുന്നത് കേട്ടോ. ദെൻ 8th question. An object on the principal axis of a convex lens is 10 cm away from the optic center. Yes, optic center നിന്ന് 10 cm away ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. The height of the object is 3 cm. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 cm ആണെന്ന് ഗിവൺ ആണ്. The focal length of the lens is 4 cm. നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 4 cm. Draw a ray diagram of image formation based on the given measurements. തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന ആ ഒരു റേ ഡയഗ്രാം ഒന്ന് ഡ്രോ ചെയ്യുക. അതായത് കറക്റ്റ് ഇമേജ് എവിടെ വരുന്നു എന്നുള്ള കാര്യമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഇമേജ് ഫോർമേഷൻ ഒന്ന് വരച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് വേണം, എവിടെയാണ് ഒബ്ജക്റ്റ് എന്നുള്ളതും എവിടെയാണ് ഇമേജ് എന്നുള്ള കാര്യങ്ങൾ ആ ലെങ്ത് ഒക്കെ എടുത്ത് വേണം വരക്കാനായിട്ട്. അപ്പോൾ ആദ്യം എന്ത് വേണം, നമുക്ക് ഇമേജിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓൾറെഡി നമുക്ക് യുവും എഫ് ഒക്കെ തന്നിട്ടുണ്ട്. സോ യു തന്നിരിക്കുന്ന -10 cm അല്ലേ. എപ്പോഴും ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കാൻ. സോ -10 cm. ഫോക്കൽ ലെങ്ത് +4 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3 cm ആണ്. അവിടെ നമുക്ക് നേരെ എന്ത് യൂസ് ചെയ്താൽ മതി? ലെൻസ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നേരെ നമുക്ക് ബി കണ്ടുപിടിക്കാം. ഓക്കെ, ലെൻസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. 1/b - 1/u = 1/f ആണ്. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ, ബിയുടെ ആൻസർ എന്ന് പറയുന്നത് 20/3 ആണ് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഏകദേശം 6.7 cm ആണ് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡയഗ്രാം വരക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് എന്ത് വേണം, ഇമേജിൻ്റെ ഹൈറ്റ് കൂടി ജസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇമേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. യെസ്, നമുക്ക് എന്തുണ്ട്, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ m = v/u എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. v അറിയാം, u അറിയാം. v ഇപ്പോൾ കണ്ടുപിടിച്ചു 20/3 ആണ്. u നമുക്കറിയാം -10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കിട്ടുന്ന ആൻസർ -2/3 ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ കിട്ടിയെങ്കിൽ നേരെ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. മാഗ്നിഫിക്കേഷൻ = എന്താണ്? hi/ho ആണ്. അതിൽ നിന്ന് നമുക്ക് hi കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, m × ho ആണ്. സോ m അറിയാം, ദാറ്റ് ഈസ് -2/3. അതുപോലെ ho അല്ലേ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് 3 cm ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതുകൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -2 cm ആണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡയഗ്രാം അങ്ങ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഡയഗ്രാം പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫോക്കൽ ലെങ്ത് തന്നിരുന്നു, എത്രയായിരുന്നു? ഫോക്കൽ ലെങ്ത് 3 cm ആയിരുന്നു, 4 cm ആയിരുന്നു. അതുപോലെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് 10 cm ആയിരുന്നു. വിച്ച് മീൻസ് എന്താണ്, 2f-ൻ്റെയും അപ്പുറത്താണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2f-ൻ്റെ ബിയോണ്ട് 2f-ൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ, അതേ ഫോർമാറ്റിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ഓരോ കണ്ടീഷനിലും. അപ്പോൾ എന്ത് ചെയ്യാം, 2f-ൻ്റെ ബിയോണ്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോഴുള്ള ഇമേജ് ഫോർമേഷൻ പ്രോപ്പറായിട്ട് വരച്ച് കാണിക്കുക. അതിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മെഷർമെൻറ്റ്സ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. എന്തിനാ, നമ്മുടെ ഇമേജ് വരക്കുന്നതിന്, നമ്മുടെ ഡയഗ്രാം വരക്കുന്നതിന് ഒരു 2 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വേവ് ഫോം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ഈസി ആയിട്ട് ഡയഗ്രത്തിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. യെസ്, നമുക്ക് എത്രയാണ്?
0.2 മീറ്റർ അല്ലേ? എത്രയാണ്, ഏത് യൂണിറ്റിലാണ് തന്നിരിക്കുന്ന കാര്യം കൂടി നോക്കണം. അവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്ന മീറ്ററിലാണ്. സോ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വരുന്നത് 0.2 മീറ്റർ ആണ്. ദെൻ ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ദ വേവ് ടു ട്രാവൽ 24 മീറ്റർ ഇഫ് ദ സ്പീഡ് ഓഫ് വേവ് ഈസ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 24 മീറ്റർ ആ ഒരു വേവിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് അത് 24 മീറ്റർ കവർ ചെയ്യുന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. ആ സെയിം ഇക്വേഷൻ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെയിം ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും അറിയാം, അതുപോലെ സ്പീഡും അറിയാം. നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടൈം എത്ര കിട്ടുന്നു? 3 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. ഈസി അല്ലേടാ? 1 മാർക്ക്. യെസ്, അവിടെ ഈസി ആയിട്ട് കിട്ടുന്നു. ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരു ഓപ്ഷൻ എഴുതിയാൽ മതി. അപ്പോൾ എ പാർട്ട് നോക്കാം. A object of height 1 cm is placed 25 cm away from a convex lens with a focal length of 20 cm. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ കേസാണ്. അവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ദ ഇമേജ് ഈസ് ഫോംഡ് ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്ന് എത്ര അകലെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? ഇമേജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് ലെൻസ് ഫോമിൽ അറിയാം, നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ യുവും എഫും എല്ലാവരും എന്തായിരിക്കുള്ളൂ? യെസ്, യു മൈനസ് ആയിട്ട്, യു എല്ലാ കണ്ടീഷനിലും മൈനസ് വേണം എടുക്കാനായിട്ട്. -25 സെൻറ്റിമീറ്റർ, ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പ്ലസ് ആണ് എടുക്കേണ്ടത്, +20 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. നിങ്ങളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന ഡാറ്റാസ്, ഗിവൺ ഡാറ്റ എടുത്തിട്ടൊന്ന് എഴുതി വയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ ഫാർ ദ ഇമേജ് ഫോംഡ്. ഇമേജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ? യെസ്, അറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? ലെൻസ് ഫോമുല എന്ന് എഴുതി വയ്ക്കാം. ലെൻസ് ഫോർമുലയിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൈനസും പ്ലസും ഒന്നും മാറിപ്പോയത്. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. യെസ്, അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വേറൊരു കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ? ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഇമേജിൻ്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നേരെ നമുക്ക് മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. യെസ്, മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. m ഈസ് ഈക്വൽ ടു v/u ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ കിട്ടുന്നത് -4 ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു m ഈസ് ഈക്വൽ ടു hi/ho ആണ്. സോ hi കിട്ടാൻ എന്ത് വേണം? hoനെ m വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. മാഗ്നിഫിക്കേഷൻ -4 ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് -4 സെൻറ്റിമീറ്റർ ആണ്. തലകുത്തിക്കുന്ന ഒരു ഇമേജ് ആയിരിക്കും കേട്ടോ. യെസ്, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചു. യെസ്, അതിൻ്റെ ഹൈറ്റും കണ്ടുപിടിച്ചു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റിൻ്റെ ബി പാർട്ട്. ഒന്നില്ലെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതും ഒരു പ്രോബ്ലം തന്നെയാണ്. ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ്. ലെൻസിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് 2 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നു. എ റിയൽ ഇമേജ് ഓഫ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ഈസ് ഒബ്റ്റൈൻഡ് 10 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ ലെൻസ്. ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തു. എവിടെയാണ്? 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന റിയൽ ഇമേജ് 10 സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക, ഈസിയാണ്. ദെൻ ബി പാർട്ടിൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ നേരെ തിരിച്ച് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെൻസ് ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യമേ എടുത്ത് എഴുതാം. ഓക്കെ, റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്. റിയൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കുള്ളൂ? ആദ്യമേ തന്നെ നമുക്ക് h എന്ന് പറഞ്ഞ് -5 ആയിട്ട് എടുക്കാം. കാരണം എന്താ? റിയൽ ഇമേജ് എപ്പോഴും തലകുത്തി നിൽക്കുള്ളൂ. അപ്പോൾ തലകുത്തി നിൽക്കുന്ന ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുന്നത്? മൈനസ് ആണ് എടുക്കുന്നത്. സോ h ആദ്യമേ നമ്മൾ എന്തെടുത്തു? -5 സെൻറ്റിമീറ്റേഴ്സ് എടുത്തു. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ് 2 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഈസി ആയിട്ട് കിട്ടും അല്ലേ? h-യും h-യും തന്നിട്ടുണ്ട്. സോ m ഈസ് ഈക്വൽ ടു hi/ho വിച്ച് ഈസ് ഈക്വൽ ടു -5/2. നമുക്ക് കിട്ടുന്ന വാല്യൂ -2.5 ആണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ആകെ നമുക്കറിയാവുന്ന കാര്യം എന്ത് മാത്രമാണ്? നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് അറിയാം. 10 സെൻറ്റിമീറ്ററിലാണ് ഇമേജ് കിട്ടിയതെന്നുള്ള കാര്യം അറിയാം. യെസ്, അപ്പോൾ യു കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമുക്കറിയാം m ഈസ് ഈക്വൽ ടു v/u ആണല്ലേ? m ഈസ് ഈക്വൽ ടു v/u ആണ്. സോ നമുക്ക് -2.5 ഓൾറെഡി മാഗ്നിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വിയുടെ വാല്യൂ നമുക്കറിയാം 10 ആണ്. അങ്ങനെയാണെങ്കിൽ യു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി. സോ യു ഈസ് ഈക്വൽ ടു 10 / -2.5 കിട്ടുന്നു. അതിൻ്റെ വാല്യൂ എത്രയാണ്? -4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്തും കിട്ടി? ഇമേജ് ഡിസ്റ്റൻസും കിട്ടി, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും കിട്ടി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് പല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് നമുക്കത് കിട്ടുന്നതാണ്. 1-2 പ്രാവശ്യം നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പ്രോപ്പറായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ദെൻ 11th ക്വസ്റ്റ്യൻ. ഇവിടെയും നമുക്ക് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. സോ എ പാർട്ട് നോക്കാം. Lower the focal length of a lens, greater its power is. Do you agree with this statement? Justify your answer using simple mathematical operations. Okay, easy ആണ്. വെറുതെ അങ്ങ് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ്?
ഫോക്കൽ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ കൂടുതലായിരിക്കുമെന്ന് ഒരാൾ പറയുന്നു. അതിനോട് നമ്മൾ യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാം, ബിക്കോസ് എന്താണ് പവറിൻ്റെയും ഫോക്കൽ ലെങ്തിൻ്റെയും ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു 1/f ആണല്ലേ. 1/f എന്ന് പറയുമ്പോൾ എന്താണ്, പവർ ഫോക്കൽ ലെങ്ത്തുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കിടക്കുന്നത്. വിച്ച് മീൻസ് ഫോക്കൽ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പവർ കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ എഴുതാനായിട്ട് ഒരു മാർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 1 മാർക്ക്. സോ ടോട്ടൽ 2 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി 11th ക്വസ്റ്റിൻ്റെ ബി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ an image is formed 100 cm away from the optic center of a lens with power plus 2d. ഓക്കെ, പവർ തന്നിട്ടുണ്ട്, ഓൾറെഡി പവർ തന്നിട്ടുണ്ട്, +2 ആണ് തന്നിരിക്കുന്നത്. സോ അതെന്തായാലും ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കുള്ളൂ. ആൻഡ് an image is formed 100 cm away, അതായത് ഇമേജ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, പവറും തന്നിട്ടുണ്ട്. A child remarked that the size of the image is half the size of the object. ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ ഹാഫ് ആണെന്നുള്ള കാര്യം കൂടി അവിടെ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, യെസ്, ആ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയാണ് ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ജസ്റ്റിഫിക്കേഷൻ വേണം, അതിന് മാർക്കുള്ളതാണ്. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പവർ +2d ആണെന്നറിയാം. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 cm ആണെന്നറിയാം. ഇത് വെച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം അല്ലേ. പവർ ഉണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടുന്നു? 1/p ആണ്. 1/2 കിട്ടുന്നു. 0.5 മീറ്റർ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 cm കിട്ടും. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? ഫോക്കൽ ലെങ്ത്തും അറിയാം, അതുപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസും അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മുടെ ലെൻസ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. 1/v - 1/u = 1/f ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് യുടെ വാല്യൂ കിട്ടുന്നത് -100 cm ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബിയുടെ വാല്യൂ 100 cm, യുടെ വാല്യൂ 100 cm. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താണ്? ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 2f-ലാണ്. ഒബ്ജക്റ്റ് 2f-ൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ സെയിം ഹൈറ്റിൽ വരുന്ന ഒരു ഇമേജ് ആയിരിക്കുള്ളൂ. അപ്പോൾ കുട്ടി പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ? കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ പകുതിയാണ് ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇനി അങ്ങോട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. എന്നാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ വെച്ച് ഒന്നുകൂടെ ഒന്ന് പ്രൂഫ് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ u/v ആണ്. സോ -100/100 വരുന്നു. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ -1 ആണ്. മാഗ്നിഫിക്കേഷൻ -1 എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റും ഇമേജും അല്ലെങ്കിൽ നമ്മുടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റും ഇമേജും എന്തായിരിക്കും? സെയിം ഹൈറ്റിൽ വരുന്ന ആൾക്കാരാണെന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ നമുക്ക് പറയാം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നില്ല. ബിക്കോസ് മാഗ്നിഫിക്കേഷൻ -1 ആണ്. ഇവിടെ ഒബ്ജക്റ്റിനും അതുപോലെ ഇമേജിനും സെയിം സൈസ് ആണെന്ന് പറയുന്നു. കുട്ടി പറഞ്ഞ കാര്യം കറക്റ്റ് അല്ല. ഓക്കെ, 2 മാർക്കാണ് കേട്ടോ. പ്രോപ്പറായിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയാൽ മാത്രമാണ് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 12th ക്വസ്റ്റ്യൻ നോക്കാം. A tuning fork has a natural frequency 288 Hz. Okay. When this tuning fork is excited and its stem is pressed on a table of natural frequency 88 Hz, the table also vibrates. Okay. ഒരു 288 Hz നാച്ചുറൽ ഫ്രീക്വൻസി വരുന്ന ഒരു ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേബിളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ടേബിളിൽ നാച്ചുറൽ ഫ്രീക്വൻസി 88 Hz ആയിരുന്നു. അതും വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ നാച്ചുറൽ ഫ്രീക്വൻസി? നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്ന കാര്യം കൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്? യെസ്, ഒരു ഒബ്ജക്റ്റ് സ്വന്തമായിട്ടല്ലേ ഓൺ ബൈ ഇറ്റ്സ് ഓൺ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അതിന് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി അറ്റ് വിച്ച് ബോഡി വൈബ്രേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ, സ്വന്തമായിട്ട് അതിന് വൈബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വൈ ഡസ് ദ ടേബിൾ വൈബ്രേറ്റ്? ടേബിൾ എന്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തു? 288 Hz വരുന്ന നാച്ചുറൽ ഫ്രീക്വൻസി വരുന്ന ട്യൂണിംഗ് ഫോർക്കിനെ 88 Hz വരുന്ന ടേബിളിലേക്ക് വെച്ചപ്പോൾ ടേബിളും അതുപോലെ വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. വിച്ച് മീൻസ് ആ 288 Hz നാച്ചുറൽ ഫ്രീക്വൻസി വരുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടായ വൈബ്രേഷൻ ആണ് ടേബിളിൻ്റേത്. വിച്ച് മീൻസ് അതിന് വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് വിളിക്കുന്നത്. ഒരു മാർക്കാണ്. ദെൻ സി പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ടേബിൾ വൈബ്രേറ്റ്? ഇപ്പോൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അപ്പോൾ ആര് കാരണമാണോ ആ ഒരു വൈബ്രേഷൻ ഉണ്ടായത് ആളുടെ ഫ്രീക്വൻസി തന്നെയായിരിക്കും ടേബിളിൽ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് 288 Hz. ഓക്കെ, അപ്പോൾ ഓരോ മാർക്ക് വെച്ചിട്ടാണ് ഓരോ പാർട്ടിനും പോകുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. യെസ്. ദെൻ 12th ക്വസ്റ്റൻ ഒരു ബി പാർട്ട് കൂടിയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. സോ ബി പാർട്ട് നോക്കാം. വെൻ ആൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി 256 Hz ഹാസ് ഇറ്റ് സ്റ്റെം പ്രസ്ഡ് ഓൺ എ മെറ്റൽ പ്ലേറ്റ് ഓഫ് സെയിം ഫ്രീക്വൻസി, അതായത് 256 Hz വരുന്ന ഒരു ട്യൂണിംഗ് ഫോർക്കിനെ അതേ ഫ്രീക്വൻസി വരുന്ന സെയിം ഫ്രീക്വൻസി വരുന്ന ഒരു മെറ്റൽ പ്ലേറ്റിലേക്ക് നമ്മൾ പ്രസ് ചെയ്തു. ദ പ്ലേറ്റ് വൈബ്രേറ്റ്സ്. അപ്പോൾ ആ പ്ലേറ്റും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പ്ലേറ്റ്? പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും? 256 Hz ഉള്ള ട്യൂണിംഗ് ഫോർക്കിനെ അതേ ആവൃത്തിയുള്ള അതേ ഫ്രീക്വൻസി ഉള്ള മെറ്റൽ പ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ മെറ്റൽ പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നതും സെയിം ഫ്രീക്വൻസി തന്നെയായിരിക്കും, 256 Hz. ഓക്കെ,
ഇനി ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ ചേഞ്ച് ഇൻ ദ വൈബ്രേഷൻ ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ പ്ലേറ്റ് ഈസ് 200 ഹേർട്സ്. അതേസമയം നമ്മുടെ മെറ്റൽ പ്ലേറ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി 256 അല്ലായിരുന്നു, ഒരു 200 ഹേർട്സ് മാത്രമായിരുന്നുവെങ്കിൽ ആ വൈബ്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ? ചേഞ്ച് ഉണ്ടാകും. കാരണം എന്താണ്? സെയിം അല്ലെ, ഒരേ ഫ്രീക്വൻസിയിലായതുകൊണ്ടാണ് അവർ രണ്ടുപേരും റെസൊണൻസിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരാൾ 200 ഹേർട്സിൽ മാത്രമുള്ളൂ, നമ്മുടെ മെറ്റൽ പ്ലേറ്റിൻ്റെ ഫ്രീക്വൻസി 200 ഹേർട്സ് മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ 256 ഹേർട്സ് വരുന്ന ട്യൂണിംഗ് ഫോർക്ക് വരുമ്പോൾ ആൾക്കുണ്ടാവുന്ന വൈബ്രേഷൻ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കില്ല കേട്ടോ, റെസൊണൻസ് ഉണ്ടായിരിക്കില്ല, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കില്ല, അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ മാത്രമായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. നമ്മൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അവർ കുറച്ച് കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്താണ്, അവരിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ലോഞ്ചിറ്റ്യൂണൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? പ്രൊപ്പഗേഷൻ പാരലൽ ആയിരിക്കുള്ളൂ. സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്സിനകത്ത് ക്രസ്റ്റും ട്രഫും ഉണ്ടായിരിക്കും, മറ്റേ കേസിലാണെങ്കിൽ കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസ് ആയിരിക്കുള്ളൂ. ദെൻ അടുത്ത കേസ് പറഞ്ഞാൽ ഇവർ എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുമ്പോൾ സോളിഡ്സ് അതുപോലെ തന്നെ ലിക്വിഡ് സർഫസിലേക്ക് വരുന്നത്. അതുപോലെ ലോഞ്ചിലുള്ള കേസ് വന്നു കഴിഞ്ഞാൽ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് എല്ലാത്തിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം നോക്കാം. യെസ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ബാറ്റ്സ് യൂസ് അൾട്രാസോണിക് സൗണ്ട് ഫോർ നാവിഗേഷൻ. ബാറ്റ്സ് അല്ലെ, രാത്രി കാലങ്ങൾ അവർ നാവിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ട് ആണ്. എ പാർട്ട് നോക്കാം. റൈറ്റ് ഡൗൺ 4 ഇൻസ്റ്റൻസസ് വെർ വി യൂസ് അൾട്രാസോണിക് വേവ്സ്. അൾട്രാസോണിക് വേവ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഇൻസ്റ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 4 എഴുതി വെച്ചേക്കാം അല്ലേ. സോണാറിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അൾട്രാസോണോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്രാക്ക് അല്ലേ, നമ്മളുടെ മെറ്റൽ സ്ട്രക്ചേഴ്സിലൊക്കെ എന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അൾട്രാസോണിക് ക്ലീനിങ് ഓഫ് ഡെലിക്കേറ്റ് കോമ്പോണൻസ് അല്ലെ, ഡെലിക്കേറ്റ് കോമ്പോണൻസിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതി വയ്ക്കുക. 2 മാർക്കാണ് ആ ക്വസ്റ്റിന് വരുന്നത്. 4 എഴുതിയാൽ മാത്രമാണ് 2 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ദെൻ ബി പാർട്ട് നോക്കാം. എക്സ്പ്ലെയിൻ വാട്ട് അൾട്രാസോണോഗ്രഫി ഈസ്. അൾട്രാസോണോഗ്രഫി എന്താണെന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മുടെ ഇന്റേണൽ ബോഡി ഓർഗൻസിനെയൊക്കെ എന്താ പറയുക, ടെസ്റ്റ് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷൻ എഴുതി വയ്ക്കുക കേട്ടോ. 1 മാർക്കാണ്. ദെൻ 14ാമത്തെ ചോദ്യം കഴിഞ്ഞു. ദെൻ 15th ക്വസ്റ്റ്യൻ. എ പാർട്ട് ബി പാർട്ട് ഉണ്ട്, ഏതെങ്കിലും ഒരു ആൻസർ ചെയ്താൽ മതി. എ പാർട്ട് നോക്കാം. ക്യാൻ ഹ്യൂമൻ ഹിയർ എ വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓസിലേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് പീരീഡ് 1 സെക്കൻഡ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, പീരീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന റേഞ്ചിലുള്ളതാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് പറയാം, അത് നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ. ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ടൈം പീരീഡ് 1 ആയിരുന്നു. സോ 1/t ചെയ്യുമ്പോൾ 1/1 വരുന്നത്, ദാറ്റ് ഇസ് 1 ഹേർട്സ് ആണ്. 1 ഹേർട്സിൽ വരുന്ന ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല അല്ലേ. നമ്മുടെ കേൾക്കാൻ കഴിയുന്ന സൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 20 ഹേർട്സ് ടു 20,000 ഹേർട്സ് ആണ്. വിച്ച് മീൻസ് അതിൻ്റെ ഇടയിൽ വന്നാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതെന്താണ്, വളരെ കുറവാണ്. ദാറ്റ് ഇസ് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്, നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, ഈ റേഞ്ച് ഓഡിബിൾ റേഞ്ചിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കൂടി എഴുതി വയ്ക്കുക കേട്ടോ. ഇത് 1 മാർക്ക്, ഇത് 1 മാർക്ക്, ഇത് 1 മാർക്ക്, അങ്ങനെയാണ് 3 മാർക്സ് പോകുന്നത് കേട്ടോ. Then 15th ക്വസ്റ്റിൻ്റെ ബി പാർട്ട് നോക്കാം. The wavelength of a sound wave traveling with a speed of 350 meter per second is 1 centimeter. How many regions of high pressure will this sound produce in 1 second? Okay, wavelength നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീഡും തന്നിട്ടുണ്ട്. സ്പീഡും ഉണ്ട്, വേവ് ലെങ്ത്തും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സ്പീഡ് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്, സോ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് v/λ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കിട്ടുന്ന ആൻസർ 35,000 ഹേർട്സ് ആണ്. ഓക്കെ, ഇത്രയും ഫ്രീക്വൻസിയിൽ, അതായത് എത്ര എന്താ പറയുക റീജിയൻസ് ഓഫ് ഹൈ പ്രഷേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര റീജിയൻസ് ഓഫ് ഹൈ പ്രഷർ? ഒരു സെക്കൻഡ് കൊണ്ട് 35,000 ഹേർട്സ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് 35,000 വേവ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓരോ വേവിലും എന്തുണ്ടായിരിക്കും? ഓരോ ഹൈ പ്രഷർ റീജിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 35,000 വേവ്സിനകത്ത് എത്ര ഹൈ പ്രഷർ റീജിയൻസ് ഉണ്ടായിരിക്കും? 35,000 ഹൈ പ്രഷർ റീജിയൻസ് ഉണ്ടായിരിക്കും. അതങ്ങ് എഴുതി വയ്ക്കാം കേട്ടോ. സോ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവ്സിൻ്റെ എണ്ണമാണ്. സോ ഒരു സെക്കൻഡിൽ 35,000 വേവ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓരോ വേവ്സിലും എന്തുണ്ടായിരിക്കും? ഓരോ ഹൈ പ്രഷർ റീജിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 35,000 വേവ്സിൽ ആകെ 35,000 ഹൈ പ്രഷർ റീജിയൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ക്യാൻ വി ഹിയർ ദിസ് സൗണ്ട്? ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. കേൾക്കാൻ കഴിയില്ല, ബിക്കോസ് എന്താണ്, ഇത് അൾട്രാസോണിക് സൗണ്ട് ആണല്ലേ. 20,000 ഹേർട്സിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ 35 ഹേർട്സ് എന്ന് പറയുന്നത് 20,000 മേലെ ആയതുകൊണ്ട് തന്നെ നമുക്കത് കേൾക്കാൻ കഴിയാത്ത സൗണ്ടാണ് കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു, അത്യാവശ്യം എഴുതാനുള്ളൊരു ക്വസ്റ്റൻ തന്നെയായിരുന്നു. ദെൻ 16th ക്വസ്റ്റൻ നോക്കാം. വി ഹാവ് മെയ്ഡ് യൂസ് ഓഫ് വേരിയസ് ഫിനോമിന ഓഫ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിൻ്റെ ഒരുപാട് ഫിനോമിനാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഈ പാർട്ട് ചോദിച്ചിരിക്കുന്ന റൈറ്റ് ഡൗൺ 4 ഇൻസ്റ്റൻസസ് വെർ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ആർ യൂട്ടിലൈസ്ഡ്. റെസൊണൻസും ഫോഴ്സ്ഡ് വൈബ്രേഷൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഇൻസ്റ്റൻസ് എഴുതാം. പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും 4 ഇൻസ്റ്റൻസ് എഴുതാം കേട്ടോ. സൗണ്ടിങ് ബോർഡ്സ് ഓഫ് സ്ട്രിങ്സ്, നമ്മുടെ ഗിറ്റാർ വയലിൻ പോലെയുള്ള ആ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ സൗണ്ടിങ് ബോർഡ്സിൻ്റെ കാര്യം എഴുതാം.
എ ഗ്ലാസ് ഷാറ്ററിംഗ് വെൻ എ സിംഗേഴ്സ് വോയിസ് മാച്ചസ് നാച്ചുറൽ ഫ്രീക്വൻസി. ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിംഗർ പാട്ട് പാടുമ്പോഴുള്ള ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഒരു ഗ്ലാസിൽ ഇപ്പോൾ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആയി കഴിഞ്ഞാൽ റെസൊണൻസ് ഉണ്ടാവുന്നു. ഓക്കെ, ദെൻ അടുത്തത് സോൾജിയേഴ്സ് ബ്രേക്കിംഗ് സ്റ്റെപ്പ് വൈൽ ക്രോസിംഗ് എ ബ്രിഡ്ജ് ടു അവോയ്ഡ് റെസൊണൻസ് ദാറ്റ് കുഡ് ഡാമേജ് ദ ബ്രിഡ്ജ്. അതായത് സോൾജിയേഴ്സ് സെയിം പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കുള്ളൂ, അത് റെസൊണൻസ് ആവും അല്ലേ. യെസ്, മാച്ച് ചെയ്ത് വരുന്നു, റെസൊണൻസ് ആവുന്നു, അത് ചിലപ്പോൾ ആ ബ്രിഡ്ജ് തകർന്ന് താഴെ വീഴാനുള്ള റീസൺ ആവുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ മാച്ചിങ്ങിൽ പോവാതെ കുറച്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റെപ്പ് ബ്രേക്ക് ചെയ്തായിരിക്കും അവർ പോകുന്നത്. അത് റെസൊണൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ഫോർത്ത് വൺ നോക്കാം. ട്യൂണിംഗ് എ റേഡിയോ റിസീവർ ടു എ പെർട്ടിക്കുലർ സ്റ്റേഷൻ ബൈ മാച്ചിങ് ദ സർക്യൂട്ട് നാച്ചുറൽ ഫ്രീക്വൻസി ടു ദ ബ്രോഡ്കാസ്റ്റ് ഫ്രീക്വൻസി. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് സ്റ്റേഷൻസിൽ നിന്നുള്ള ഫ്രീക്വൻസികൾ നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഒരു പല റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള ഫ്രീക്വൻസീസ് വരുന്നുണ്ടായിരിക്കും. അതിൽ കറക്റ്റായിട്ട് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി തന്നെ ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ അവിടെ മാത്രം റെസൊണൻസ് ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അതെന്തിന് എക്സാമ്പിളാണ്, റെസൊണൻസിന് മറ്റൊരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 ഇൻസ്റ്റൻസസ് എഴുതാം കേട്ടോ, 2 മാർക്ക് കിട്ടും. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഡൗൺ 2 ഇൻസ്റ്റൻസസ് വെർ ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് മെയ്ഡ് യൂസ് ഓഫ്. സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഇൻസ്റ്റൻസ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ റിവേർബറേഷൻ എഴുതാം, അതുപോലെ തന്നെ എക്കോ എഴുതാം, അതെല്ലാം ഇൻസ്റ്റൻസ് ആണ്, 1 മാർക്കാണ് വരുന്നത്. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ദ ഫിഗർ തന്നിട്ടുണ്ട്. 2 ലെൻസസ് ആണ് തന്നിരിക്കുന്നത്, ഒരു ലെൻസ് ആണ് തന്നിരിക്കുന്നത്. PQ എന്ന് പറയുന്ന ഒരു ലെൻസ് ഇവിടെ ഗിവൺ ആണ്. ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വാട്ട് O, C1, C2 ആൻഡ് ദ സ്ട്രേറ്റ് ലൈൻ AB ആർ. എന്തൊക്കെയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന AB, O, C1, C2 എന്ന് പറയുന്ന പാർട്സ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. O എന്ന് പറയുന്നത് എന്താണ്, ഒപ്റ്റിക് സെൻറ്റർ ആണല്ലേ, ഒപ്റ്റിക് സെൻറ്റർ ആണെന്നുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി എഴുതി വയ്ക്കാം. ദെൻ C1, C2 എന്താണെന്നുള്ളത് സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ആണല്ലേ. നമുക്ക് ഒരു ലെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ C1, C2 എന്താണെന്നുള്ള കാര്യം എഴുതാം. AB എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, നീട്ടി വരച്ചിരിക്കുന്ന വര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം കേട്ടോ, 2 മാർക്കാണ് വരുന്നത്. Then 17th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ സജസ്റ്റ് ഓൺ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമൈൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ ലെൻസിന് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യുക, സൺലൈറ്റ് പ്ലേസ് ചെയ്യാം. സൺലൈറ്റ് പ്ലേസ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ലെൻസ്, ഇവിടെ സൺലൈറ്റ് വരാണ്, സൺലൈറ്റ് വരുന്നു. ഈ ലെൻസിന് നമ്മൾ സൺലൈറ്റിൻ്റെ ഫ്രണ്ട് പ്ലേസ് ചെയ്യുന്നു. ഈ ലെൻസിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ക്രീനും പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഈ സ്ക്രീൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഏത് ടൈമിലാണോ നമ്മുടെ സ്ക്രീനിലേക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പോയിന്റ് സൈസിലുള്ള ഇമേജ് ഫോം ചെയ്യുന്നത്, അവിടെയായിരിക്കും ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ experiment to find the principal focus, hold the convex lens facing a distant object so that the parallel rays fall on it. Place a screen on the other side of the lens and adjust the distance between the lens and screen until a sharp, bright and tiny point image is formed. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്ക്രീനിൽ എപ്പോഴാണോ ഷാർപ്പ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടൈനി ഇമേജ് ഫോം ചെയ്യുന്നത്, ആ എക്സാക്ട് ഡിസ്റ്റൻസ് ആയിരിക്കും ആ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ സ്ക്രീൻ അറ്റ് ദിസ് പൊസിഷൻ ഈസ് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ദാറ്റ് ഈസ് ദ പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, എക്സ്പ്ലനേഷൻ എഴുതാം, 1 മാർക്കിനാണ് ആ എക്സ്പെരിമെൻറ്റിന് വരുന്നത്. യെസ്, സെക്ഷൻ ഡി, അതായത് ലാസ്റ്റ് സെക്ഷനാണ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ ഇതിൽ ചോദിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, അതിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എഴുതിയാൽ മതി. സോ എ പാർട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, എ കോൺവെക്സ് ലെൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ലെൻസ് ദാറ്റ് ക്യാൻ കൺവേർജ് ലൈറ്റ് റേസ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് ആണ്. അതിൽ എ പാർട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എ കോൺവെക്സ് ലെൻസ് ക്യാൻ ഫോം റിയൽ ഇമേജസ് ഓൺലി. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. കോൺവെക്സ് ലെൻസിന് റിയൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലേ, റിയൽ ഇമേജ് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ അതിന് വെർച്വൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് കണ്ടീഷനാണത്? when the object is placed between the optical center and the principal focus. ഫോക്കസിനും അതുപോലെ ഒപ്റ്റിക്കൽ സെന്ററിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും, സെയിം സൈഡിൽ തന്നെ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ. യെസ്, അപ്പോൾ 1 മാർക്കാണ് അതിന് വരുന്നത്. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്, എ റിയൽ ഇമേജ് ഹാവിംഗ് 3 times the size of the object was obtained on a screen using a convex lens. അതായത് ഒബ്ജക്റ്റിനേക്കാളും 3 സൈസ് വലിപ്പമുള്ള ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ സ്ക്രീൻ ഈസ് 80 cm, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്? തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് എടുത്ത് എഴുതാട്ടോ. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും 3 സൈസ് വലിപ്പമുള്ള ഒരു ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് മാഗ്നിഫിക്കേഷൻ അവിടെ ഓൾറെഡി ഗിവൻ ആണല്ലേ. മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? m ഈസ് ഈക്വൽ ടു v/u ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് m എന്ന് പറയുന്നത് -3 ആണ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് v/u. സോ നമുക്ക് എന്ത് മനസ്സിലാവും? -3u ഈസ് ഈക്വൽ ടു v ആണെന്ന് മനസ്സിലായി. ആദ്യം തന്നെ ഈ ഒരു കണ്ടീഷൻ അങ്ങ് എഴുതി വയ്ക്കാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ സ്ക്രീൻ ഈസ് 80 cm, തന്നിരിക്കുന്നത് വേറൊന്നുമല്ല, സ്ക്രീനും ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സ്ക്രീനും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് 80 cm, അല്ലാതെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസോ ഇമേജ് ഡിസ്റ്റൻസോ അല്ല. അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? യെസ്, സ്ക്രീൻ
സ്ക്രീനും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും കൂടി സം ചെയ്ത് 80 സെൻറ്റിമീറ്റർ എന്ന് ആദ്യമേ എഴുതി വയ്ക്കാം. ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് എന്തായാലും എന്തായിരിക്കുള്ളൂ, നെഗറ്റീവ് ആയിരിക്കും. അതുകൂടി ഒന്ന് ഇംപ്ലൈ ചെയ്യാം കേട്ടോ. സോ -u. അതുപോലെ v എന്താണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് -3u ആണ്. സോ -u - 3u ഈസ് ഈക്വൽ ടു എന്ത് വരും, 80 വരുന്നു. -u - 3u എന്ന് പറയുമ്പോൾ കാൽക്കുലേഷനിൽ എന്ത് വരുന്നു, -4u ഈസ് ഈക്വൽ ടു 80 വരുന്നു. അതിൽ നിന്ന് u ഈസ് ഈക്വൽ ടു എന്ത് വരും, -20 സെൻറ്റിമീറ്റർ എന്ന് വരും. u -20 കിട്ടിക്കഴിഞ്ഞാൽ യുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ -3 × -20 നമുക്ക് വിയുടെ വാല്യൂ കിട്ടുന്നത് 60 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യുവും കിട്ടി, അതുപോലെ വിയും കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത്? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. വിയും അറിയാം, യുവും അറിയാം, ലെൻസ് ഫോർമുല എടുക്കുക, നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വാല്യൂസ്. യെസ്, നമുക്ക് എന്ത് വരുന്നു, 1/v - 1/u is equal to 1/f ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് f is equal to 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. യെസ്, ഫോക്കൽ ലെങ്തും കിട്ടി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ, തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് എടുത്ത് എഴുതിയിട്ട് എന്തൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യം ഒന്ന് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇനി സി പാർട്ട് നോക്കാം. ഹാഫ് പോർഷൻ ഓഫ് ദ അപ്പർച്ചർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് കവേർഡ് വിത്ത് എ പേപ്പർ. ഈസ് ഇമേജ് ഫോർമേഷൻ പോസിബിൾ യൂസിങ് ദിസ് ലെൻസ്? അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ അപ്പർച്ചറിൻ്റെ പകുതി പോർഷൻ നമ്മളൊരു പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ഇമേജ് ഫോർമേഷൻ പോസിബിൾ ആണോ എന്നുള്ള കാര്യമാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോഴും നമുക്ക് ഇമേജ് ഫോർമേഷൻ പോസിബിൾ ആണല്ലേ. യെസ്, എ കംപ്ലീറ്റ് ഇമേജ് ഈസ് സ്റ്റിൽ ഫോംഡ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കും. ബിക്കോസ് എവറി പോയിന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് സെൻസ് റേസ് ടു എവറി പാർട്ട് ഓഫ് ദ ലെൻസ്. അതായത് ലെൻസിൻ്റെ എല്ലാ പാർട്ടിലേക്കും എല്ലാ റേസും വന്ന് പതിക്കുന്നുണ്ട്. സോ ഈവൻ ദ അൺകവേർഡ് ഹാഫ് ക്യാൻ ഫോം ദ ഫുൾ ഇമേജ്. ആ കവർ ചെയ്തിരിക്കുന്ന പാർട്ടിന് പോലും ഒരു ഫുൾ ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കും. ലെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. However, since less light, അതായത് കുറച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു ഡിമ്മർ ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 4 മാർക്കിനാണ് 18ാമത്തെ ക്വസ്റ്റിൻ്റെ എ പാർട്ടിൽ ചോദിച്ചത്. ബി പാർട്ടിലെ ക്വസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസസ് ഹാവ് എ വെറൈറ്റി ഓഫ് യൂസസ്. കോൺകേവ് ലെൻസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. എ പാർട്ട്, എ കോൺകേവ് ലെൻസ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി വിർച്വൽ ഇമേജസ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. കോൺകേവ് ലെൻസിന് വിർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. യെസ്, അതെ, വിർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യാൻ കഴിയുള്ളൂ, കാരണം അതൊരു ഡൈവേർജിംഗ് ലെൻസ് ആണ്. ദെൻ ബി പാർട്ട് നോക്കാം. എ കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസസ് ആൻ ഇമേജ് ഹാവിംഗ് 1/3 ടൈം. നേരത്തെ ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ് കേട്ടോ. എ കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസസ് ആൻ ഇമേജ് ഹാവിംഗ് 1/3 ടൈംസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. അതായത് ഇപ്പോഴും നമുക്ക് ആദ്യമേ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ദെൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ ലെൻസ്, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്? ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. യു നമുക്കറിയാം, യെസ്, ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, -30 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആൻഡ് മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം, +1/3 അല്ലേ, ഓൾറെഡി ഗിവൺ ആണ്. യെസ്, ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വി കണ്ടുപിടിക്കാം. യു അറിയാം, മാഗ്നിഫിക്കേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇമേജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് m = v/u ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/3 = v / -30 വരുന്നു. വിയുടെ വാല്യൂ വരുന്നത് -30/3, ദാറ്റ് ഈസ് -10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, വി കിട്ടി. അപ്പോൾ യുവും അറിയാം, വിയും അറിയാം. നേരെ നമ്മൾ ലെൻസ് ഇക്വേഷൻ എടുക്കുന്നു, അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കിട്ടുന്ന വാല്യൂ, ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -15 സെൻറ്റിമീറ്റർ ആണ്. നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെ. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. പ്രോപ്പറായിട്ട് ആൻസർ എഴുതിയാൽ, എല്ലാ ഇക്വേഷൻസും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ സി പാർട്ടിൽ വന്നിരിക്കുന്നത്, യെസ്, ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. Where will the image of an object be formed if it is placed at the principal focus of a concave lens? ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? നമ്മുടെ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ മാത്രമല്ല, എവിടെ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇമേജ് കിട്ടുന്നത്? ഇറ്റ് വിൽ ബി മിഡ് വേ ബിറ്റ്വീൻ ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലായിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഇമേജ് കിട്ടുന്നത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിൽ തന്നെ, കാരണം വിർച്വൽ ആണല്ലോ. സോ നമുക്ക് എന്ത് വേണം? ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും എന്ത് കിട്ടുന്നത്? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, 1 മാർക്കിനായിരുന്നു സി പാർട്ടിൽ ക്വസ്റ്റൻ ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതും 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു, 18th ക്വസ്റ്റൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് ആണ് ഇത്തവണ നമ്മുടെ ഓൺ എക്സാമിന് ചോദിച്ചത്. എല്ലാം അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് തന്നെയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. A+ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. മാർക്ക് എത്ര വന്നാലും നമ്മൾ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.